നാളെ ഒരു 9 മണി കഴിയുമ്പോൾ ഇറങ്ങിയേക്കാം. 9 കറക്റ്റ് 9 ആകുമ്പോൾ ഇറങ്ങാം. അങ്ങനെയാണെങ്കിൽ എന്തായാലും നമ്മൾ പോകുമല്ലേ. കുമ്പളി വരെ അങ്ങോട്ടേക്ക് അവിടെ നിന്ന് കയറാം. കയറാം. ചിറ്റടിയിൽ ആങ്ങളെയൊക്കെ പൊടിമറ്റത്ത് അമ്മയൊക്കെ ചിറ്റടി വാടകയ്ക്കായിരുന്നു. വല്യമ്മ മരിച്ചപ്പോ ഇങ്ങനെ എന്റെ അടുത്താണ്. ചിറ്റടിയിലായിരുന്നു അവര്. കണ്ടോ കണ്ടോ പാട്ട് കോപ്പറേറ്റ് അടിക്കോ? ഇല്ല, ഞാനതിന് മുമ്പ് കട്ടി. നേരത്തെയാണോ? ജോമോൻ എനിക്ക് മനസ്സിലായി. ഇപ്പഴാ ചോദിച്ചപ്പോഴാ മനസ്സിലായി. ഷേപ്പ് വ്യത്യാസം. ഞങ്ങളെല്ലാം പഴയ അധികാരക്കാരുണ്ട്. ആ സാധനം എടുത്തിട്ട് വലുതാക്കിയത് അത് കൊള്ളിക്കാതെ മടി വെക്കാൻ നോക്കിയതാണ്. കാപ്പി ഇവിടെ നമ്മൾ വേറെ ദൂരെ എനിക്ക് വേണ്ടുന്നുണ്ടായിരുന്നു. വെള്ളം അലർജിയാണോ? നിന്നെ കണ്ടോണ്ടാ ഞങ്ങള് നിർത്തിയേ. ആണോ? ഇത് ആരാന്ന് എനിക്ക് അറിയാവോ? ഇത് നമ്മുടെ നാട്ടുകാർ. എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ വന്ന് ഫ്ലക്സ് അടിച്ചോണ്ട് വന്നാ അവിടുന്ന്. ആണോ? ഏത് അത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ പോകണം എല്ലാവരും കൂടെ. ഞങ്ങൾ ചുമ്മാ തമിഴ്നാട് പോകണം. അത് കാണിക്കാം. ഞങ്ങളിവിടെ ഒരു അളവെടുക്കാൻ പറ്റുന്നത്.
ഇവന് നേരമില്ലല്ലോ, ഇവൻ ഭയങ്കര ബിസിയാ. അവളുണ്ട്. ഇടയ്ക്ക് നിങ്ങളുണ്ടായിരുന്നല്ലോ. ഞാൻ സമയം അത് യോഗമാ, യോഗ. മുണ്ടക്കത്തുള്ളതാണ്. ചേട്ടാ അനീഷിനെ പരിചയപ്പെടുത്തി. അനീഷ് എൻ്റെ കൂടെ പഠിച്ച കേട്ടോ. ആണോ? എവിടെ താമസിക്കുന്നത്? എൻ്റെ എൻ്റെ അനീഷിനോ? അനീഷിനെ പഠിക്കുന്നത് പണി ഉണ്ടെങ്കിലേ ഉള്ളൂ. എന്റെ മക്കളോട് പഠിച്ച അതേ ജോലി. അല്ല, അനീഷിനൊരു പണിയുണ്ടേ ഉള്ളൂ. ഈ കഥ എന്നോടാണോ പഠിച്ചത്? കേട്ടോ. അതിനെന്താ പഠിക്കുന്നത്? പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പം. കൂളാക്കിയിട്ട് പോകാൻ നോക്കായിരുന്നു. ബ്രൈറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു അത് കൺസൾട്ടൻസി നമുക്ക് വേണ്ടേ? മതി. വയററിയാം മൊത്തം. അല്ല ചുമ്മാ ഞങ്ങള് കമ്പം വരെ പോകാൻ ഓർത്താ. ഓക്കെ. അയ്യാണ് ക്യാമറമാൻ. ഞങ്ങളൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പം കമ്പത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാനൊപ്പം കാർത്തിക സ്നോജി ഫ്രം കുട്ടിക്കാനം. എവിടുന്നാ വരുന്നേ? എവിടുന്നാ? മുണ്ടക്കയത്തോ? എവിടെ പോവാ? താങ്കളുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ്? ആണോ? ഓക്കേ. എങ്ങോട്ടാ പോന്നേ? എന്റെ യാത്ര കുറയ്ക്കല്ലേ? രണ്ട് അപ്പൊ നിങ്ങൾ എങ്ങോട്ടാണ് രണ്ടുപേരും പോകുന്നത്? എന്റെ യാത്രയും കാത്തുസ്പ്രേമയും എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പം? ഗുണാക്കേവിലോട്ട്. ഞങ്ങളുടെ കമ്പത്തേക്ക്. കമ്പം. ബുദ്ധടി എങ്ങോട്ടാണ് പോകുന്നത്? കമ്പം. അമ്പ എവിടാ? തമിഴ്നാട്ടിൽ. വെരി നൈസ്. ഓക്കെ ഗൈസ്, പോവാന്നോ? എന്നാ നീ അവിടെ അവിടെ ഇരുന്ന് എടുക്കാൻ പറ്റത്തില്ല. നീ അങ്ങേറ്റത്ത് പോടാ. ഉളുന്നിറങ്ങുന്നുണ്ടോ? കിടക്കുന്നത് 4000 ഇപ്പോഴും. 4000 തന്നെ. പിന്നെ ഇടയ്ക്ക് 1-2 രാജ്യങ്ങളിലെ എനിക്കറിയാം. കോപ്പാറമലയിൽ പോയപ്പോ അമ്മ ജെപിന്ന് പക്ഷെ ജെപി ആൻറ്റി കഴിക്കുമ്പോ അത് ആ പാലില്ലേ അതിങ്ങനെ അപ്പൊ മേടിച്ചോണ്ട് വന്ന് ഞങ്ങൾ കഴിക്കുന്നത് എന്തിനാ? ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിന്റെ സന്തോഷം കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചുകൊണ്ട് കൊടുത്തു. പക്ഷെ എനിക്ക് മാത്രം ഐസ്ക്രീം ഇല്ല. സ്നേഹമുള്ള കുട്ടികള്. ഇങ്ങനെ ഭയങ്കര സാധനം. ഭയങ്കര സാധനം. ഭയങ്കര സാധനമാണ്. എന്റെ മടി ഇരുന്നിട്ട് പോലും അവൻ എനിക്ക് തന്നില്ല. അച്ഛക്കില്ലേടി?
എനിക്ക് വേണ്ടത് ആ ഇവിടെ ഒരു പുട്ടിന് ഇരിക്കുന്നു. ഇതില്ല. ചേട്ടൻ നല്ലപോലെ പൊളിച്ചിട്ട് തരാമുള്ള മൊത്തം കൊടുത്തോ, ചിലപ്പോ ലീക്ക് ആവുമായിരിക്കും അവസാനം മെൽറ്റാകുമ്പോ. തമിഴ്നാട്ടിൽ എത്തി വെച്ചാ ഓർഡർ തമിഴ്നാട് കയറി. ഇവിടെ ഒന്നും മറ്റേ പുലിയും ഇതും കടുവയൊന്നും ഇറങ്ങുന്നില്ല, ആനയൊന്നും. ഇവര് ആനയ്ക്കൊക്കെ വെള്ളമൊക്കെ ആ വനത്തിൽ അവിടെ എവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അപ്പൊ പിന്നെ ആന ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട കാര്യം. ഭക്ഷണം വരെ കൊണ്ട് കൊടുക്കും കാട്ടി. വളവിലിട്ട് ഇരിപ്പ് ഓരെന്തോ കഴിക്കുവോ? പഴമാണ് കഴിക്കുന്നത്. ഇപ്പൊ വെള്ളമില്ലോ. ഇത് ഡാം നിറഞ്ഞു കഴിയുമ്പോൾ വരുന്ന വെള്ളമാണ്. ഡാം നിറഞ്ഞു കഴിയുമ്പോൾ ഓവർഫ്ലോ ആയിട്ട് വരും. ഭയങ്കര വെള്ളമായിരിക്കും ചിലപ്പോ. പിന്നെ എന്താ എനിക്ക് മൂന്നാറല്ലേ ഗ്രീൻ ഫ്രൂട്ട്സ് എന്നാ പറഞ്ഞത്. ആ മൂന്നാർ ഗ്രീൻ ഫുഡ്സ് തേക്കടി. ഗ്രീൻ ഫ്രൂട്ട്സ് പോയപ്പോ ഗ്രീൻ ഫ്രൂട്ട്സ് ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. എനിക്ക് പേടിയില്ല. താട്ടും ഉണ്ടായിരുന്നത് കിട്ടിയോ? ഇതോ ഇത് കുമ്മളി ഡാം. മാന്റെ മുമ്പ് കിട്ടി ഓർമ്മയുണ്ടോ? ഇത് ഈ മുകളിൽ വശത്തുനിന്നാ. ആ സ്ഥലത്തിന് വരുന്ന അല്ല ലോർ ക്യാമ്പ്. ഏതാ? ലോർ ക്യാമ്പ് അല്ലേ ഇത്? ആണോ? ഇവിടെ പൈപ്പ് അത് വെള്ളം വരുന്നുണ്ടോ ഇപ്പൊ? ഇടുക്കിയിലാണോ? അല്ല പുള്ളിയിലാണ്. അച്ഛാ തേക്കടിയിൽ വരുന്ന വെള്ളമാണ്. ആണോ? അടിപൊളി. ഇതല്ലേ നമ്മൾ 2015 കണ്ടേ? ആളിരിപ്പുണ്ട് ഇവിടെ. അച്ഛാ ഇതല്ലേ നമ്മൾ 2015 കണ്ടേ? അച്ഛാ ഇതോ അച്ഛാ ആ ഇതല്ലേ നമ്മൾ 2015 കണ്ടത്? അത് കണ്ടോ? ഇതില്ല ഇല്ല. അച്ഛാ കല്ലുകളുടെ മാല. ആ അങ്ങനെ ഇത് എന്റെ കാര്യം ഞാൻ പറഞ്ഞത്. സൂപ്പർ. അത് ഇറങ്ങിയാലോ? അത് ഇറങ്ങിയോ പിന്നെ പാടറിയില്ല നോക്കിട്ട്. സുബ്രഹ്മണ്യ സ്വാമി, മുരുകൻ, കാർത്തികേയൻ, ഷൺമുഖൻ എല്ലാം വന്ന കുമരൻ.
அடுத்து பங்குனி உத்திரம் உத்திரம் 10 மணி உத்திரம் இன்னொரு 15 நாள்ல வந்துடும். 15 நாள் வந்துடும். அப்ப பெரிய இங்க அபிஷேகம் நடக்கும். அபிஷேகம் அபிஷேகம் பாலாபிஷேகம். பாலாபிஷேகம் நடக்கும். 9 விஷயம் நடக்கும். நல்லா வரும், சாமியோட வருவாங்க. நல்ல கூட்டம் வரும். அப்படியா? எங்க இருந்து வருது இங்க? இந்த இப்ப கிராமங்கள்ல கம்பம் தேனி மாவட்டம் ஃபுல்லா இங்கிட்டு வரும். கேரளாவில இருந்து வருவாங்க. எல்லாம் வரும். கும்முடி அட்டப்படம் ரோசாப்பக்கண்டம் எல்லாம் பக்கத்துல இருந்து வரும். அது வருஷத்துல ஒரு தடவை திருவிழா வரும். ஒரே ஒரு தடவை தைப்பூசம் ஒரு ஒரே தடவை யாத்திரை வரும். ഈ സ്ഥലത്തിന്റെ പേരെന്നാ? എന്താ ഏരിയ പേരെന്നാ? லோயர் கேம்ப் பவர்ஸ் கரண்ட் எடுக்கிறது தான். இங்கே இருக்குல்ல. தமிழ்நாடு பார்டர் லோயர் கேம்ப் மேல. പതിനാല് കിലോമീറ്റർ ഇവിടുന്ന് കമ്പോ? ഇടയ്ക്ക് ഇവിടെ ഷൂട്ടിംഗ് നടന്നത്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ലല്ലോ. എല്ലാവർക്കും കാത്തോസ് പ്രേമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ യാത്രയിലെ എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യും. നെല്ലിക്കയാണോ? എന്റെ പൊന്നെ, നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും മാറി. പാവം. 15 ദിവസം കഴിയുമ്പോ തിരുവഴിയാ. അങ്ങോട്ട് സൂപ്പറാ റോഡ്. ഇതെല്ലാം ഉണ്ടല്ലേ, ആല് നന്നായിട്ട് സംരക്ഷിക്കുന്നു. എപ്പോഴും ഇവര് മറ്റേ ഈ എന്തോ മുല്ലപ്പൂ ചൂട്ടിക്കൊണ്ട് പോലെ എപ്പോഴും ഫ്രഷ് അല്ലേ? വേണ്ടത്ര പരിചയമില്ലല്ലേ? ഈ നമ്മൾ ഈ മറ്റേ ഷോപ്പ് ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകത്തില്ല. നമ്മളിപ്പോ ഈ പറഞ്ഞ എന്തെങ്കിലും നമ്മുടെ ഈ വ്യാപാരമേള പോലെയൊക്കെ വരുമല്ലോ, അവിടെ ഇഷ്ടംപോലെ ഫുഡ് ഫെസ്റ്റ് ഒക്കെ കടകളും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കാണുമല്ലോ മറ്റേ പിള്ളേർക്കുള്ള. ഇവന്മാരെ ഞാൻ ഫ്രീ ആയിട്ട് വിടും. ഇവളുടെ കൈ പിടിച്ചോണ്ട് ഞാൻ സ്പീഡിൽ പിടിക്കുവേ, പിടിച്ചിട്ട് അങ്ങോട്ട് നോക്കാൻ സമ്മതിക്കത്തില്ല, ഇങ്ങോട്ട് നോക്കാൻ സമ്മതിക്കത്തില്ല. പിള്ളേരെ വിഷയമില്ല, അമ്മമാരോട് ഒന്ന് പറഞ്ഞാൽ മതി. അയ്യാണ് ഇപ്പോഴും കറക്റ്റ് ആയിട്ടാണല്ലോ എല്ലാം പറയുന്നത്. മധുരയിൽ നമ്മൾ പോകുന്നില്ല. അങ്ങനെ പിടിച്ചാൽ മതിയല്ലോ. ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതെന്താ ചേട്ടാ, അവിടെ മഴയാണോ ചേട്ടാ? നോക്ക്, അവിടെ ഇത് കാണുന്നില്ല, മഞ്ഞോ? വെയിലായിരിക്കും ചിലപ്പോ. വെയിലായിരിക്കും. വെയിലാണത്.
ഇത് ആഹാ എനിക്ക് അത് തിരിച്ചു നിർത്തിയെടുക്കാം നമുക്ക് അതിനുള്ളത് അതെന്തോ സൂര്യകാന്തിയാണോ? ജമന്തി. ആ ജമന്തി ഞാൻ എടുക്കുന്നു. ഓ, ഈ വെയിലത്ത് അവരെവിടെ എങ്ങനെ താമസിക്കുന്നത്? അമ്മ കയ്യ കലക്കി കൊടുക്കുന്ന തയ്യൊക്കെയാണ് മരം പോലും ഇല്ല. സൈഡിലുണ്ട്. അത് നീണ്ടു കിടക്കുമല്ലോ റോഡിന്റെ എൻഡ് കാണത്തില്ല നമുക്ക്. അയ്യോ ചേട്ടാ അല്ല ഇപ്പൊ 4 മണിന്ന് പറഞ്ഞു. യൂട്ടേണൊക്കെ കാണിക്കുന്നു അപ്പുറത്തെ റൂട്ടിൽ നിന്നായിരിക്കും. ആ അതെ, ആ ലോറി പോകുന്ന റൂട്ട് അതാ. ഇത് പിടിച്ച് കണ്ടോ ഇതിനകത്ത് കാണിച്ചിരുന്നു. ഇത് കണ്ടോ ഇതിനകത്ത് കാണിച്ചിരുന്നു. ഇതല്ലേ ചിന്ത ഇതൊക്കെ ചെറുത്. മാഷേ അതെന്നാ കൂലി അങ്ങനെ മെലിഞ്ഞ് ഒരുമാതിരി ഇരിക്കുന്നു. എങ്ങോട്ടാ കാണിക്കുന്നത്? നേരിലെ കോഴി അങ്ങനെ എങ്ങോട്ടാ കാണിക്കുന്നത്? തേക്കടി, എറണാകുളം. ഇത് ഹോട്ടൽ റെസ്റ്റോറന്റ്. കൊണ്ട് പാസ് പറയുമ്പോ പറയൂ. റെസ്റ്റോറന്റോ അവിടെയോ? ഹോട്ടല് അതാന്ന് തോന്നുന്നു. ഇത് ഇവര് തമിഴല്ലേ, പിന്നെ മലയാളം എഴുതിക്കുന്നത്. ഇത് തമിഴ്നാടല്ലേ പൊന്നെ? ആ അതാ ചോദിച്ചതാ മലയാളത്തിന് എന്തിനാ ഇവിടെ എഴുതി വെച്ചേക്കുന്നതെന്ന്. കണ്ടോ JP? കമലാസന്റെ വരും. മലയാളം പറയാൻ പറ്റുമോ? മലയാളം പറയുന്നതിന്റെ ഒരു ഇനിയിപ്പോ എന്താ കുഴപ്പം? അല്ലേ അച്ഛാ? പിന്നെന്താ നല്ല പറഞ്ഞാൽ മതിയല്ലോ. സൂര്യ സൂര്യ മട സൂര്യ നമുക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന പാർക്കിങ്ങാണ്. നല്ല ഉത്തരവാദിത്തം സൂര്യ അടിക്കാതിരിക്കണം. ഞാൻ എങ്ങനെ ആയിരിക്കും മന്ദ സൂര്യ. എടുക്കത്തില്ല. പേരെന്താ?
അവർ രണ്ടുപേരും ഷൂ ഇടാൻ നിൽക്കുക. ഇത് മറ്റേ ഇത് സ്റ്റാൻഡ് എടുക്കുക ഗിബലിന്റെ അവിടെയാ തമിഴില്ല മലയാളം. എങ്ങനെയുണ്ട് മഞ്ഞുടെ വോയിസ്? എങ്ങനെയുണ്ട്? ആണോ? ഇത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കേട്ടോ. ഈ ചേട്ടന്റെ ചാനലാണ്. ഈ ചേച്ചിയല്ല, ഈ ചേച്ചി അത് ഈ ചേച്ചി, ഈ ചേച്ചിയാണ് ആ ചേച്ചി. ഇവരുടെ തങ്കച്ചിയാണ്. നന്നായിട്ട് വായി വായി വെച്ചത് ഇച്ചിരി അടുത്ത് കിടക്കുന്നുണ്ട്. അതെ എത്തിക്കണം. ഇത് ഓപ്പറേറ്റ് അടിക്കോ? ഇതിന്റെ ഓപ്പറേറ്റ് അടിക്കുന്നു. എനിക്ക് മീൽസ് മട്ടൻ വേണ്ട ബീഫ് ബീഫ് വേണമെന്നില്ല. അപ്പൊ ചിക്കൻ പല ഞാൻ നാട്ടിലുണ്ട്. ഇപ്പൊ കമ്പനി പാട്ട് പഠിക്കും. ഇനി വരാൻ പാട്ട് പഠിക്കും.
ബിരിയാണി ഫ്രൈഡ് റൈസ് എനിക്കറിയാം ഇവിടെ ഇരുന്നപ്പോ നിങ്ങള് വേറെ വേറെ പറഞ്ഞപ്പോ എനിക്കറിയാം പുള്ളി ഇവിടെ ഇരിക്കത്തോ സൂചന തന്നായിരുന്നു അതിന് എല്ലാവരും ഒന്നുമില്ല പറയുന്നത് വേറെ പറയുന്നത് അപ്പോഴേ എനിക്കറിയായിരുന്നു ചേരണ പത്രത്തിൽ വരുന്നു എല്ലാം വന്നു നന്നായി വന്നിട്ടുണ്ട് ഇത് മൊത്തം കഴിച്ചില്ലേ ബിരിയാണി ഫ്ലേവർ ആണോ മിന്റ് ആണോ ലെമൺ രണ്ട് ലെമൺ മിന്റ് ഒരു ലെമണ് ഒരു പൈനാപ്പിള് ഒരു ഓറഞ്ച് അവിടെ എന്താ അത് തന്നെ ഏതാ ലാസ്റ്റ് പറഞ്ഞ ഓറഞ്ച് ഓറഞ്ച് രണ്ട് ഓറഞ്ച് ഒരു പൈനാപ്പിൾ ഒരു ലെമൺ രണ്ട് ലെമൺ തരാത്തല്ലേ ഓടിക്കാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലുള്ള കാര്യം ഞാൻ ഇനി അങ്ങോട്ട് എല്ലാ ഫോൺ ഓഫ് ആക്കുക എന്നിട്ട് ഞാൻ നോക്കാം അരുഞ്ഞേട്ടയില് ക്യാമറ ഇല്ലേ? ഉണ്ടെന്നാ വെറുതെ ആ ഇല്ലില്ല. ഇറങ്ങ ബാഗ് എടുത്ത് പുറോട്ട് വെച്ചേട്ടാ. വെക്കാം